2019 PSC ഉദ്യോഗാർത്ഥികൾക്ക് പ്രതീക്ഷയുടെ ഒരു വർഷമാണ്. 2019, 2020 കാലഘട്ടങ്ങളിലായിട്ടറിയാം, നമുക്കറിയാം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, VEO, LGS, LDC ഇങ്ങനെയുള്ള നിരവധി എക്സാമുകൾ വരികയാണ്. അപ്പം പല വിദ്യാർത്ഥികൾക്കും ഇതിനെങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, ഇതിനെങ്ങനെ തുടങ്ങണം, എവിടുന്ന് തുടങ്ങണം, അല്ലെങ്കിൽ എത്ര കാലം കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഇത് എങ്ങനെ നേടിയെടുക്കാൻ സാധിക്കും, ഇത്തരത്തിലുള്ള ധാരാളം സംശയങ്ങൾ പല വിദ്യാർത്ഥികൾക്കും ഉണ്ടാവും. പലപ്പോഴും തുടക്കക്കാരായ വിദ്യാർത്ഥികളുണ്ടാവും, PSCക്ക് പഠിക്കാൻ പോയി പകുതി വഴിയിട്ട് നിർത്തിയ ആളുകളുണ്ടാവും. ഇങ്ങനെ പല തരത്തിലുള്ള ആളുകൾ ഈ സമൂഹത്തിൽ വിദ്യാർത്ഥികളായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതെങ്ങനെ എത്താൻ, അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിനെ എങ്ങനെ നേടാൻ കഴിയും എന്നൊരു പ്ലാനാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ആദ്യം നോക്കേണ്ടത് ഈ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ സിലബസ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. കാരണം പല വിദ്യാർത്ഥികളും സിലബസ് ഒന്നും അറിയാതെ ചുമ്മാ ഒരു PSC എക്സാം വരുമ്പോൾ അപ്ലൈ ചെയ്യുന്നു, പോയി എക്സാം എഴുതുന്നു, എന്താണെന്ന് അറിഞ്ഞുകൂടാ വാരിക്കൂരി പഠിക്കുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ സിലബസ് എന്താണ്, കഴിഞ്ഞ കാലങ്ങളിൽ PSC ഡിഗ്രി ലെവലിൽ ചോദിച്ചിട്ടുള്ള സിലബസ് എന്താണ്, നിലവിലെ സിലബസ് എന്താണ്, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ അറിയേണ്ടത് യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ സിലബസ് എന്താണ് എന്നാണ് ആദ്യം അറിയേണ്ടത്. അതിലേക്ക് നമുക്ക് പോകാം. എൻട്രി TVയിൽ നിന്നുള്ള പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നോർമൽ ഡിഗ്രി ലെവൽ എക്സാമുകൾ പോലെ തന്നെ 10 സബ്ജക്റ്റുകളായിട്ടാണ് ഈ ഒരു എക്സാമിനും സിലബസിലുണ്ടാവുക. 10 മേജർ സബ്ജക്ട്സ്, ഓരോ സബ്ജക്റ്റിൽ നിന്നും 10 മാർക്കുള്ള ചോദ്യങ്ങളുണ്ടാകും. ടോട്ടൽ 100 മാർക്കിനായിരിക്കും ചോദ്യങ്ങൾ. അപ്പോൾ ആ 10 സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് വരുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, പിന്നെ ജനറൽ മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് വരും, പിന്നെ ജനറൽ സയൻസ് വരും, പിന്നെ കറണ്ട് അഫയേഴ്സ് വരും, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഫാക്ട്സ് അബൌട്ട് കേരള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. പിന്നെ ഒരു അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സിവിൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്ന ടോപ്പിക്കാണ് ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്യുന്ന ടോപ്പിക്കാണ് ജനറൽ ഇംഗ്ലീഷ് ആൻഡ് ഗ്രാമർ എന്ന് പറയും. ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ട് ഗ്രാമറും ഇംഗ്ലീഷ് ലാംഗ്വേജും ടെസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെയുള്ളൊരു ടോപ്പിക്കാണ് IT ആൻഡ് സൈബർ ലോസ്. IT നോളജും സൈബർ ലോസ് റിലേറ്റഡ് ആയിട്ട് നോളജും ചെക്ക് ചെയ്യാൻ വേണ്ടി IT ആൻഡ് സൈബർ ലോസ് ഉണ്ടാവും. പിന്നെ മലയാളം വ്യാകരണം. ഇത്രയുമാണ് ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ മേജർ സിലബസിൽ വരുന്ന മേജർ സബ്ജക്ട്സ് എന്ന് പറയുന്നത്. 10 ഫാക്ട്സുകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യൻ ഫാക്ട്സ്. 10 മാർക്കാണ് ഇന്ത്യൻ ഫാക്ട്സിനും. ഇന്ത്യൻ ഫാക്ട്സിൽ എന്തൊക്കെയാണുള്ളത്? ഇന്ത്യൻ ഫാക്ട്സിൽ മെയിനായിട്ടുള്ളത് ഇന്ത്യൻ ജോഗ്രഫി. ഈ ജോഗ്രഫിയിൽ റിവേഴ്സ്, മൗണ്ടൈൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാവും. അതോടൊപ്പം തന്നെ സ്റ്റേറ്റ്സുകളെ സംബന്ധിച്ച് നമുക്കറിയാം 29 സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്സുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുണ്ടാവും. ദെൻ ഈ സ്റ്റേറ്റ്സുകളെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 29 സ്റ്റേറ്റുകളും പോയി പഠിച്ചിട്ട് നമുക്ക് ഒരിക്കലും PSC എക്സാം പാസ്സാകാൻ കഴിയില്ല. കാരണം 29 ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് നമുക്ക് അസാധ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏകദേശം ഒരു 10-20 എണ്ണം അല്ലെങ്കിൽ ഒരു 15ഓളം സ്റ്റേറ്റ്സുകൾ നല്ലപോലെ പഠിക്കുക, ബാക്കിയുള്ള ജസ്റ്റ് വായിച്ചു വെക്കുക. കാരണം നമുക്ക് ഈ 4 മാസ കാലയളവിൽ എല്ലാ സ്റ്റേറ്റ്സുകളും പോയി പഠിച്ച് ഒന്നും പാസ്സാകാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 10-15 അല്ലെങ്കിൽ 20 സ്റ്റേറ്റ്സ് നിങ്ങൾ പഠിക്കുക, ബാക്കിയുള്ള നിങ്ങൾ ജസ്റ്റ് വായിച്ചു വിടുക. അങ്ങനെ ചെയ്യുന്നത് വളരെ ഉപകാരമായിരിക്കും. ദെൻ നല്ലപോലെ മൊത്തം പഠിക്കാൻ കഴിയുന്നവർ മൊത്തം പഠിക്കുക. ദെൻ ഇനി ഇന്ത്യൻ ഫാക്ട്സിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ത്യൻ ഹിസ്റ്ററി. ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ 1857 തൊട്ട് 1947 വരെയുള്ള കാലഘട്ടമാണ് PSC ചോദിക്കാറുള്ളത്, അല്ലെങ്കിൽ PSC സിലബസിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ കാലഘട്ടത്തിനിടയ്ക്ക് നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ, ഇയറിൻ്റെ പ്രത്യേകതകൾ, വ്യക്തികൾ, പുസ്തകങ്ങൾ, അതുപോലെ തന്നെ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇവയൊക്കെ ഉൾപ്പെടുന്നതാണ് ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് INC വരാറുണ്ട്, 1857 റിവോൾട്ട് വരാറുണ്ട്, ദെൻ ഗാന്ധിജിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ, പല നേതാക്കന്മാരെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഈ ഹിസ്റ്ററിയിൽ വരാറുണ്ട്. ദെൻ പിന്നീട് കേരള ഫാക്ട്സ് ആണ്. കേരള ഫാക്ട്സും 10 മാർക്കുണ്ട്. ഈ കേരള ഫാക്ട്സിലും കേരളത്തിൻ്റെ ജോഗ്രഫി, കേരളത്തിൻ്റെ ഹിസ്റ്ററി, കേരള എക്കണോമിക്സ് എല്ലാം ഉൾപ്പെടുന്നതാണ് കേരള ഫാക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കേരളത്തിൻ്റെ ഡിസ്ട്രിക്ട്സ് ഉൾപ്പെടുന്നു, കേരള ഹിസ്റ്ററി ഉൾപ്പെടുന്നുണ്ട്. മെയിനായിട്ട് മേജറായിട്ട് ഇപ്പോൾ നിലവിൽ PSC ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് ചോദിക്കുന്ന കേരള ഹിസ്റ്ററി എന്ന് പറയുന്നത് മോഡേൺ കേരള ഹിസ്റ്ററിയാണ്. അത് മോഡേൺ കേരള ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട ഇവൻറ്റ്സുകൾ, വ്യക്തികൾ, ഇതെല്ലാം ഉൾപ്പെടുന്നു. അതോടൊപ്പം തന്നെ കേരള റിനൈസൻസിൽ നിന്നും 1, 3, 4 ചോദ്യങ്ങൾ, അല്ലെങ്കിൽ 3, 2 ചോദ്യങ്ങൾ PSC ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് കേരള ഫാക്ട്സ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത മറ്റൊരു സെക്ഷനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സിവിൽ റൈറ്റ്സ്. അപ്പോൾ ഇതിൽ നിന്ന് 10 മാർക്ക് ഇതിൽ നിന്ന് ഉറപ്പാണ്, മസ്റ്റാണ്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ പരാമർശിക്കുന്ന ഓരോ ആർട്ടിക്കിൾസ്, ഷെഡ്യൂൾസ്, അതുപോലെ തന്നെ അമെൻമെൻറ്റ്സ്, അതോടൊപ്പം തന്നെ നിലവിലെ ഒരു ട്രെൻഡ് കാണുന്നത്, PSCയുടെ ട്രെൻഡ് കാണുന്നത് കുറേ കേസുകൾ ചോദിക്കാറുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിലവൻ്റ് ആയിട്ടുള്ള കുറേ കേസുകൾ, ഇതൊക്കെ ഇപ്പോൾ നിലവിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കവർ ചെയ്യുന്ന ഒരു ഏരിയയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അത് 10 മാർക്കാണ്. ദെൻ കറണ്ട് അഫേഴ്സ് എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ അവാർഡുകൾ ചോദിക്കാറുണ്ട്. ദെൻ അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ടുള്ള ചില ബുക്സുകൾ, പബ്ലിഷ് ചെയ്യപ്പെട്ട ചില ബുക്സുകൾ ചോദിക്കാറുണ്ട്, അവാർഡുകൾ, ഇതൊക്കെ ബന്ധപ്പെടുന്നതാണ് കറണ്ട് അഫേഴ്സ്. അതുപോലെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ, അങ്ങനെ കറണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ PSC ചോദിക്കും. ഇതെല്ലാം അവിടെ 10 മാർക്ക് ഉൾപ്പെടുന്നു. അടുത്തത് മലയാളം വ്യാകരണമാണ്. അപ്പോൾ അതിൽ മലയാളം ഗ്രാമേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ വാക്യത്തിൽ പ്രയോഗിക്കുക, അതുപോലെ വിപരീത പദങ്ങൾ, പര്യായ പദങ്ങൾ,
പഴഞ്ചൊല്ലുകൾ, കടങ്കഥകൾ. ഈ അടുത്ത റീസെൻ്റായിട്ട് നമ്മുടെ സെക്രട്ടറി ടെസ്റ്റിൻ്റെ എക്സാമിന് പോലും കടങ്കഥകൾ ചോദിച്ചിരുന്നു, രസകരമായ കടങ്കഥകൾ ചോദിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് മലയാളം എന്ന് പറയുന്നത്. അതിൽ നിന്നും 10 മാർക്ക് ഷുവറാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ 10 സബ്ജക്റ്റുകളിൽ മേജറായിട്ടുള്ള 10 സബ്ജക്റ്റുകളിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ഞാൻ പറഞ്ഞു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ അത് വരിക LCM വരും, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ് വരും, പെർസെൻറ്റേജുകൾ വരും, ബോർഡ് മാസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരും, സീരീസ് അരിത്തമെറ്റിക് സീരീസുകൾ വരും, ടൈം ആൻഡ് ഡിസ്റ്റൻസ് വരും, ആവറേജസ് വരും, പ്രോഫിറ്റ് ആൻഡ് ലോസ് വരും. അങ്ങനെ ഇതുപോലുള്ള ടോപ്പിക്കുകളിലാണ് ബേസിക്കലി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് QAയിൽ ചോദിക്കും. സോ ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങൾ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലൈക്ക് എന്താ പറയുക, ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡിൽ അല്ലെങ്കിൽ തിയററ്റിക്കൽ മെത്തേഡിൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് എക്സാമുകളുടെ ടൈമൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും. സോ ഇത് പ്രാക്ടീസ് ചെയ്യാം. ഇങ്ങനത്തെ ക്വസ്റ്റൻസിന് അപ്രോച്ച് ചെയ്യേണ്ടത് നിങ്ങൾ ഷോർട്ട് കട്ട്സ് മെത്തേഡ്സിലൂടെയും സിമ്പിൾ ഫോർമുലാസിലൂടെയൊക്കെയാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ മാക്സിമം ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യുക. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ മാക്സിമം ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം ഷോർട്ട് കട്ട് മെത്തേഡ് പഠിച്ച് വയ്ക്കുക. ഇത്രയാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ എല്ലാ ക്വസ്റ്റൻസും ആൻസർ ചെയ്യാനുള്ള കുറുക്ക് വഴി എന്ന് പറയുന്നത്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിംഗ് എന്ന് പറയുന്നത്. മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിംഗിൽ ബേസിക്കലി ചോദിക്കുക ക്ലോക്കുകൾ, കലണ്ടർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, പ്രോബ്ലംസ് ഓൺ ഏജസ് ചോദിക്കും, സീരീസുകൾ ചോദിക്കും, അനലോജീസ് ചോദിക്കും, റാങ്കിങ് ചോദിക്കും. ഇതുപോലുള്ള കാര്യങ്ങളാണ് ബേസിക്കലി മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്ങിൽ ചോദിക്കുക. മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്ങിലെ ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം എളുപ്പമായി വരുന്ന ചോദ്യങ്ങളാണ്. ഈ ക്വസ്റ്റൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടഫൊന്നും ആയിരിക്കില്ല, നമുക്ക് പെട്ടെന്ന് ഈസിലി അതിൻ്റെ ആൻസറിലേക്ക് എത്താനും പറ്റുന്നതായിരിക്കും. സോ ഇതും നിങ്ങൾ മാക്സിമം ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ജനറൽ മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റൻസ് നിങ്ങൾക്ക് ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും യൂണിവേഴ്സിറ്റി ടെസ്റ്റിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട്. അടുത്തൊരു മേജർ സബ്ജക്റ്റാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് 10 മാർക്കിനാണ് ചോദിക്കുന്നത്. ഇംഗ്ലീഷിൽ 10 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ വളരെ വലിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവും. സോ ഇംഗ്ലീഷിൽ ബേസിക്കലി ചോദിക്കുക ആർട്ടിക്കിൾസ്, സെൻറ്റൻസസ്, സ്പെല്ലിങ്സ്, സിനോണിംസ്, ആൻറ്റോണിംസ് പോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇംഗ്ലീഷിൽ ബേസിക്കലി ചോദിക്കുന്നുണ്ടാവും. സോ ഇതൊരു റെഗുലർ പ്രാക്ടീസിലൂടെ മാക്സിമം ക്വസ്റ്റൻസ് കാണുന്നതിലൂടെ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് മെത്തേഡ്സിൽ ഇംഗ്ലീഷിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സിംപ്ലി ക്രാക്ക് ചെയ്യാവുന്നുള്ളൂ. ഇംഗ്ലീഷിൻ്റെ ലാംഗ്വേജിലൊരു ഡെപ്ത് നോളജുള്ള ആളുകൾക്ക് മാത്രം ക്രാക്ക് ചെയ്യുന്ന തരത്തിലൊന്നുമല്ല, സിമ്പിൾ ബേസിക് നോളജുള്ള ആളുകൾക്കും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇംഗ്ലീഷിൽ ചോദിക്കാറുള്ളത്. സോ വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും. നമുക്കൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് IT ആൻഡ് സൈബർ ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. IT ആൻഡ് സൈബർ ലോസിൽ ബേസിക്കലി IT, സൈബർ ലോ 2 സെക്ഷൻസ് ആയിട്ടാണ് ചോദിക്കുക. ITയിൽ ബേസിക്കലി ചോദിക്കുക കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഫാക്ട്സുകളാണ്. ഇപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്, ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ഓടുന്ന സോഫ്റ്റ്വെയർ എന്താണ്, ഹാർഡ്വെയർ എന്താണ്, ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണ്, ഓപ്പറേഷൻ സോഫ്റ്റ്വെയർ എന്താണ്, ഇതുപോലുള്ള സാധനങ്ങളായിരിക്കും IT റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ടാവുക. വളരെ ബേസിക് ആയിട്ടുള്ള ഫാക്ടുകൾ ചിലപ്പോൾ നമ്മൾ ന്യൂസിൽ കാണുന്ന തരത്തിലുള്ള ചില സൈബർ ക്രൈമുകൾ, ഇപ്പോൾ വാണക്രൈ പോലുള്ള സൈബർ ക്രൈമുകൾ, അല്ലെങ്കിൽ വൈറസ് എന്താണ് പോലുള്ള സാധനങ്ങൾ, വോംസ് എന്താണ്, അല്ലെങ്കിൽ സ്പൈവെയർ എന്താണ് പോലുള്ള കാര്യങ്ങളൊക്കെ IT റിലേറ്റഡ് ആയിട്ട് ചോദിക്കാം. അതുപോലെ സൈബർ ലോസ് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന IT ആക്ട് 2000 അതിൽ വന്നിട്ടുള്ള അമെൻമെൻറ്റ്സും 2013 ഇന്ത്യൻ സൈബർ പോളിസിയും ഒക്കെ പോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു സബ്ജക്റ്റിൽ മേജറായിട്ട് PSC ചോദിക്കുന്നുണ്ടാവുക. ഇവിടെ നിങ്ങൾ മാക്സിമം ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യുക, സബ്ജക്റ്റ് ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി പഠിക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സബ്ജക്റ്റ് നമുക്ക് ഈസിലി പഠിക്കാവുന്നതാണ്. സോ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ് ജനറൽ സയൻസ് എന്ന് പറയുന്നത്. ജനറൽ സയൻസിൽ ബേസിക്കലി ചോദിക്കുക നമ്മൾ 10ാം ക്ലാസ് വരെയൊക്കെ പഠിച്ചിട്ടുള്ള ജനറൽ സയൻസ് സബ്ജക്റ്റുകളാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തുടങ്ങിയ സബ്ജക്റ്റുകളാണ് ചോദിക്കുക. ഇതിൽ തന്നെ PSC ഫോക്കസ് ചെയ്യുന്ന ചില കോർ ഏരിയാസ് ഉണ്ട്, ലൈക്ക് ഇപ്പോൾ ഡിസീസസുകൾ, വൈറ്റമിൻസ്, അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള ഇൻവെൻഷൻസ്, കണ്ടുപിടുത്തങ്ങൾ, കറണ്ട് അഫയേഴ്സിൽ വന്നുള്ള ചില സയൻറ്റിഫിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ്, ഇപ്പോൾ നോബൽ പ്രൈസ് റിലേറ്റഡ് ആയിട്ടുള്ള ചില സയൻറ്റിഫിക് ഫാക്ട്സ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ PSC എടുത്ത് ചോദിക്കാറുണ്ട്. സോ സയൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ബേസിക് ആയിട്ടുള്ള സയൻസിനെ കുറിച്ച് ഐഡിയ ഉണ്ടാക്കുക, ജനറൽ സയൻസ് വിഭാഗത്തിൽ ഐഡിയ ഉണ്ടാക്കുക, കറണ്ട് അഫെയർ റിലേറ്റ് ചെയ്തിട്ട് റീസെൻ്റ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ സയൻസ് പഠിക്കുക. സോ അപ്പോൾ ഇത്രയൊക്കെയാണ് യൂണിവേഴ്സിറ്റി ടെസ്റ്റിൻ്റെ എക്സാമിന് വേണ്ടിയിട്ടുള്ള മേജർ സിലബസുകൾ നമ്മൾ കണ്ടു. ഇനി എങ്ങനെ പഠിച്ചു തുടങ്ങണം, എവിടെ പഠിച്ചു തുടങ്ങണം, എങ്ങനെയൊക്കെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നൊക്കെ കൺഫ്യൂഷൻസ് ആണ് ഇനി വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവും. സോ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി ടെസ്റ്റിൻ്റെ മുമ്പ് നടന്നിട്ടുള്ള 2016 കമ്പാരിറ്റീവ്ലി കുറച്ച് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് 2016 ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. സോ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം വർക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു യൂണിവേഴ്സിറ്റി ടെസ്റ്റിൻ്റെ എക്സാമിന് അപ്രോച്ച് ചെയ്യാൻ പാടില്ല. സോ അത് കഴിഞ്ഞിട്ട് നടന്നിട്ടുള്ള റീസെൻ്റായിട്ട് നടന്നിട്ടുള്ള കമ്പനി ബോർഡ് എക്സാം വരെയുള്ള ഡിഗ്രി ലെവൽ എക്സാമുകളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ചില മേജർ എക്സാംസ് ഞാൻ പറഞ്ഞുതരാം. അതിലൊന്നാണ് സെക്രട്ടറി ടെസ്റ്റ് 2018 എക്സാം, കമ്പനി ബോർഡ് എക്സാം 2018, ആംഡ് പോലീസ് SI 2017, ജൂനിയർ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ 2017, ICDS സൂപ്പർവൈസർ 2017, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം 2016. ഇത്രയും എക്സാമുകളാണ് ഒരു മേജറായിട്ട് നടന്നുള്ള ഡിഗ്രി ലെവൽ എക്സാമുകൾ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ എന്തായാലും വർക്കൗട്ട് ചെയ്യണം. ഇതാണ് ഒരു ഫോർ സ്റ്റാർട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. സോ ഒരുപാട് ഇങ്ങനെ വലിച്ചു വാരി സിലബസിലെ കാര്യങ്ങൾ ഒരുപാട് വലിച്ചു വാരി ഒരു സ്കോളർലി ലെവലിൽ വൈഡായിട്ട് കുറേ പുസ്തകങ്ങളൊക്കെ വായിച്ച് പഠിച്ചിട്ടൊന്നും നമുക്കൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ഹെൽപ്ഫുൾ ആവില്ല. നോളജ് പോയിന്റ് ഓഫ് വ്യൂ ഓക്കെ. അപ്പോൾ അതിന് ടു ദ പോയിന്റ് സ്പെസിഫിക് ആയിട്ട് PSC എന്താണ് ചോദിക്കുന്നത് എന്ന് അറിഞ്ഞ് തന്നെ പഠിക്കണം. സോ അതിന് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. സോ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 76.27 സോ 76 മാർക്കാണ് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ആയിട്ട് PSCയിൽ വന്നിരിക്കുന്നത് യൂണിവേഴ്സിറ്റി ടെസ്റ്റിൻ്റെ എക്സാമിൽ. സോ ഈ വർഷത്തെ കട്ട് ഓഫിനെ കുറിച്ച് നമുക്ക് ഇപ്പോൾ പ്രഡിക്ഷൻസ് ഒന്നും നടത്താൻ പറ്റില്ല, പക്ഷേ നല്ലൊരു കട്ട് ഓഫ് നമുക്ക് പ്രതീക്ഷിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെയധികം കോമ്പറ്റീഷൻസ് കൂടി വരികയാണ്. സോ നല്ല ഹാർഡായിട്ട് പ്രിപ്പയർ ചെയ്ത് വളരെ കോൺസെൻട്രേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ നമുക്ക് കയറാൻ പറ്റുള്ളൂ.
സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ജൂൺ ജൂലൈ മാസങ്ങളൊക്കെ ആയിട്ടായിരിക്കും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം നടക്കുക. ഇനി അധികം സമയമില്ല, 4 മാസങ്ങളൊക്കെ ഉള്ളൂ. സോ ഈ ഒരു 4 മാസം കൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് ഈ എക്സാം പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളെ എല്ലാ തരത്തിലും ഹെൽപ്പ് ചെയ്യുന്നതിനായിട്ടൊരു ക്രാഷ് കോഴ്സ് എൻട്രി ആപ്പിൽ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അത് ഉടനെ തന്നെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. വീഡിയോ ക്ലാസ്സസും ക്യൂസസ് ഒക്കെ ആയിട്ടൊരു ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് ഉടനെ തന്നെ എൻട്രി ആപ്പിൽ അവൈലബിൾ ആവുന്നതായിരിക്കും. സോ അപ്പോൾ ആപ്പ് ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്തവർ ഉടനെ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിപ്പറേഷൻസ് ആരംഭിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രീ മാത്സ് ട്രിക്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർത്തിരിക്കാനുള്ള മെത്തേഡ്സ്, മെമ്മറി ട്രിക്സ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. സോ ഹാപ്പി ലേണിംഗ്. താങ്ക് യു.